ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടന്ന ഇലക്ട്രീഷ്യൻ ലൈൻമാൻ ക്യാംകോ ലിമിറ്റഡ് PWDയിൽ നടന്ന എക്സാംസിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ എ അലുമിനിയം ആറ്റം? അലുമിനിയം ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്രയാണ്? 13 ഇലക്ട്രോൺസ് ആണ്. ആൻസർ എ ആണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് കൂളംബ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡർ? ഒരു ഇലക്ട്രീഷ്യൻ സോൾഡറിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഇറ്റ് ഈസ് 185 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് കോമ്പോസിഷൻ ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ ഫൈൻ സോൾഡർ? നമ്മൾ ടിന്നും ലെഡും ഫൈൻ സോൾഡറിൽ ഏത് കോമ്പോസിഷനാണ്, ടിന്നും ലെഡിൻ്റെ എത്ര കോമ്പോസിഷനാണ് യൂസ് ചെയ്യുന്നതെന്ന്? എത്രയാണ്? ഇറ്റ് ഈസ് 63% ടിന്നും 37% ലെഡും ആണ്. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഈക്വൽ ടു 1 മെഗാ ഓം? 1 മെഗാ ഓം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര സീറോസ് ആണെന്ന് നോക്കുക. ആൻസർ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 1 മെഗാ ഓം. ഇറ്റ് ഈസ് 10⁶ ഓം ആണ് 1 മെഗാ ഓം എന്ന് വെച്ചാൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അയൺ? സോൾഡറിങ് അയണിൽ ഇലക്ട്രിക് കറണ്ട് എഫക്റ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ്. ഓക്കെ. സെവൻത് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആറ്റം? ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്രയാണ്? ഇറ്റ് ഈസ് 4 ഇലക്ട്രോൺസ്. അടുത്ത എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ നോർമൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് 1.5 സ്ക്വയർ mm കോപ്പർ കേബിൾ ഈസ് 16 ആംപിയർ. വാട്ട് ഈസ് ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് കേബിൾ വിച്ച് പ്രൊട്ടക്റ്റഡ് ബൈ കോയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ? ഓക്കെ. അപ്പോൾ നമ്മുടെ നോർമൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് 15 സ്ക്വയർ mm കോപ്പർ കേബിളിൻ്റെ കറണ്ട് തന്നിട്ടുണ്ട് 16 ആംപിയർ എന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് കേബിൾ ദിസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കോയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനുമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 13 ആംപിയർ ആണ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ വെൻ കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ഓഫ് ദി സെയിം സൈസ്? അലുമിനിയം കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കോപ്പർ കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്രയായിരിക്കും? സെയിം സൈസാണ്. അങ്ങനെ എത്രയായിരിക്കും? ഇറ്റ് 60.6%. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ XLPE കേബിൾ? XLPE കേബിളിന് എന്താണ്? ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലിൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഹാവിംഗ് കറണ്ട് ഓഫ് 2.5 ആംപിയർ ആൻഡ് വോൾട്ടേജ് അപ്ലൈഡ് ഈസ് 230 വോൾട്ട്. കറണ്ടും ഉണ്ട് വോൾട്ടേജും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കുക. 92 ഓം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0? ഏത് ലോയാണ് പറയുന്നത്? സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണ്. അത് ഏത് ലോയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിട്ട്? കിർച്ചോഫ് സെക്കൻഡ് ലോ ആണ് പറയുന്നത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ? അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഏതാണ്? ഇറ്റ് ഈസ് നെഗറ്റീവ്. സെമി കണ്ടക്ടറിൻ്റെ കേസ് നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ്. അടുത്ത 14th ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോളിസിസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ്? ഇലക്ട്രോളിസിസിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ആനോഡ്. 15th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ? റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 0.017 മൈക്രോ ഓം മീറ്റർ. 16th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് EMF ഓഫ് ലെക്ലാൻഷ്യൻ സെൽ? ലെക്ലാൻഷ്യൻ സെല്ലിൻ്റെ ആവറേജ് EMF എത്രയാണ്? 1.5 വോൾട്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇഫ് 5 സെൽസ് ഓഫ് 1.5 വോൾട്ട് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? 5 സെൽസ് 1.5 വോൾട്ട് ഉള്ള 5 സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കുമെന്ന്? ഇറ്റ് ഈസ് 1.5 വോൾട്ട് തന്നെ. 18th ക്വസ്റ്റ്യൻ, which one of the harmful gas evolutes at the time of charging a lead acid battery? lead acid battery ചാർജ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ഹാംഫുൾ ഗ്യാസ് ഉണ്ട്. അത് ഏതാണ്? ഇറ്റ് ഈസ് ഹൈഡ്രജൻ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ദ ബാറ്ററി ഈസ് കോൾഡ് വെൻ ദ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് എവറി ലോ റേറ്റ്? ഏത് മെത്തേഡാണ് പറയുന്നത്? ബാറ്ററി ചാർജിങ്ങിൽ ഏത് മെത്തേഡാണ് പറയുന്നത്? വെൻ ദ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റ് എന്ന് പറയുന്നത് ഏത് മെത്തേഡാണെന്ന്? ഏതാണ്? ഇറ്റ് ഈസ് ട്രിക്കിൾ ചാർജ് മെത്തേഡ്. ഓക്കെ. അടുത്ത 20th ക്വസ്റ്റ്യൻ,
The bending of electrodes of lead acid cell due to overcharging and discharging. Improper electrolyte and temperature is known as. അതായത് ലെഡ് ആസിഡ് സെൽസിൻ്റെ ഇലക്ട്രോഡ്സ് ഒക്കെ ബെൻഡ് ചെയ്യുന്നുണ്ട്. ബെൻഡ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഓവർ ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് കാരണം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇറ്റ് ഇസ് ബക്ലിംഗ്. ഓക്കെ, അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇസ് വാട്ടർ? വാട്ടർ ഏത് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്? ഇറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ഡയറക്ഷൻ ഇൻറ്റേർണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ ബാർ മാഗ്നറ്റ്? ഒരു ബാർ മാഗ്നറ്റിനകത്തൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്, ഏത് ഇതിലാണ് പോകുന്നത്? ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്? ഒരു ബാർ മാഗ്നറ്റ് 2 പീസായി ബ്രോക്കായി പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ഈച്ച് പീസ് വിൽ ബിക്കം ഓരോ പീസും ഒരു സെപ്പറേറ്റ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡയറക്ഷണൽ ഇൻഡിക്കേഷൻ ഓഫ് മിഡിൽ ഫിംഗർ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് മിഡിൽ ഫിംഗറിൻ്റെ ആ ഒരു എന്തിനെ നൊട്ടേറ്റ് ചെയ്യുകയാണ്? എന്തിനാണ്? ഇറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്? ഏത് ലോ ആണ്? ഇറ്റ് ഈസ് ഏത് ലോ ആണെന്ന് കണ്ടുപിടിക്കുക. ഏത് ലോ ആണ്? ഓക്കെ, നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ D ആണ് പറഞ്ഞിട്ടുള്ളത്. എൻഡ് റൂൾ എന്നായിട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം MMF ആസ് റിഗാർഡിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം? MMFൻ്റെ ഫുൾ ഫോം എന്താണ്? ഇറ്റ് ഈസ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് വിച്ച് ഒപ്പോസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഈസ് കോൾഡ് ഡാഷ്? ഏതാണ്? ഇറ്റ് ഈസ് റിലക്റ്റൻസ്. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഇറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. 3 capacitors 25 microfarad, 125 microfarad and 150 microfarad are connected in parallel. Find the value of total capacitance. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ കണക്ഷൻ ആണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാൻ ആൻസർ വരുന്നത് 300 microfarad ആണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ്, വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ചാർജ്? ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാണ്? C=Q/V. അടുത്ത 31st ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആവറേജ് വാല്യൂ ഓഫ് AC സൈൻ വേവ്? ഏതാണ് ഇതിൽ തന്നിട്ടുള്ള? ഏതാണ് ആവറേജ് വാല്യൂ ഓഫ് AC സൈൻ വേവ് എന്ന് പറയുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് 0.637 IMAX. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് സൈക്കിൾ ഈസ് കോൾഡ് ഡാഷ്? ഏതാണ്? ഇറ്റ് ഈസ് ഫോം ഫാക്ടർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സക്സെപ്റ്റൻസ്? സക്സെപ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന്? ഓക്കെ, ഇറ്റ് ഈസ് മോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോഡ് പവർ ഫാക്ടറി ഈസ് യൂണിറ്റി? പവർ ഫാക്ടറി യൂണിറ്റ് വരുന്ന ഏതിലാണ്? ഇറ്റ് ഈസ് പ്യുവർ റെസിസ്റ്റീവ് ലോഡിലാണ് പവർ ഫാക്ടർ യൂണിറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം ഡയമെൻഷൻ ഓഫ് കോപ്പർ എർത്ത് പ്ലേറ്റ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്? അപ്പോൾ നമ്മുടെ കോപ്പർ എർത്ത് പ്ലേറ്റിന് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പോലെ മിനിമം ഡയമെൻഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.15 മില്ലിമീറ്റർ. ഓക്കെ, അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം ഇൻറ്റർണൽ ഡയമീറ്റർ ഓഫ് GI പൈപ്പ് ഫോർ പൈപ്പ് എർത്തിങ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? അപ്പോൾ മിനിമം ഇൻറ്റർണൽ ഡയമീറ്റർ ഓഫ് GI പൈപ്പിൻ്റെ ഫോർ പൈപ്പ് എർത്തിങ് എത്രയെന്ന് വെച്ചിട്ടുള്ളത്? എത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ? ഇറ്റ് ഈസ് 38 mm. B ആണ് ആൻസർ, 38 mm. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഫോർ RCCB? എന്താണ്? റെസിഡ്യുവൽ കൺട്രോളർ സർക്യൂട്ട് ബ്രേക്കർ. B. 38ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ IE റൂൾ 48 ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ പവർ ഇൻഡസ്ട്രിയൽ സർക്യൂട്ട് ഷുഡ് നോട്ട് മോർ ദാൻ? IE റൂൾ പ്രകാരം മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി നോട്ട് മോർ ദാൻ എന്താണ്? 5% ഓഫ് ദി ഡിക്ലയർഡ് സപ്ലൈ വോൾട്ടേജിനെക്കാട്ടി 5% കൂടാൻ പാടില്ല. 39ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം ലോഡ് ഇൻ എ സബ് സർക്യൂട്ട് ആസ് പെർ IE റൂൾ റിഗാർഡിംഗ് ഇൻറ്റേർണൽ വയറിംഗ്? മാക്സിമം ലോഡ് എത്രയാണ്? ഇറ്റ് ഇസ് 800 watt. 40ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റലേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 mega ohm. 41ാമത്തെ ക്വസ്റ്റ്യൻ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC ജനറേറ്റർ ഈസ് ബേസ്ഡ് ഓൺ? എന്താണ്? DC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ.
42ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ ഡി സി മെഷീൻ ഓഫ് നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഈ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽസ്. 43ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ഡി സി ജനറേറ്റർ ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ, എവിടെയാണ് ലാപ്പ് വൈൻഡിങ് ഏതിലാണ്? ഫോർ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട്. ഓക്കെ. 44ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ജനറേറ്റർ യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിങ്, ആർക്ക് വെൽഡിങ്ങിൽ ഏത് ടൈപ്പ് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ഓക്കെ. 45ാമത്തെ ക്വസ്റ്റ്യൻ ആസ് പെർ BIS ഓഫ് ദി മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് റേറ്റഡ് മെഷീൻസിൽ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എത്രയാണ് ആസ് പെർ BIS റൂൾ പ്രകാരം എത്രയാണ്? ഇറ്റ് ഈസ് 1 മെഗാ ഓം. 46ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻഡ് ഇഫ് ദ ഫീൽഡ് ഫ്ലെക്സ് ഓഫ് എ DC മോട്ടർ റെഡ്യൂസ് ടു ഹാഫ്? നമ്മൾ DC മോട്ടറിൻ്റെ ഫീൽഡ് ഫ്ലെക്സ് ഹാഫായി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? സ്പീഡ് ഇൻക്രീസസ് ടു 2 times. ഓക്കെ. 47ാമത്തെ ക്വസ്റ്റ്യൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ, എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം? ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഫീൽഡ് ടെർമിനൽസ്. 48ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ കൺട്രോൾ ദ സ്പീഡ് ഓഫ് DC മോട്ടർ എബോ റേറ്റഡ് സ്പീഡ്, ഏത് സ്റ്റാർട്ടറാണ്? ഇറ്റ് ഈസ് 4-point സ്റ്റാർട്ടർ. 49ാമത്തെ ക്വസ്റ്റ്യൻ ദ യോക്ക് ഓഫ് എ DC ജനറേറ്റർ ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ്, ഇറ്റ് ഈസ് കാസ്റ്റ് അയൺ. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ ഫുൾ ലോഡ് ടെർമിനൽ വോൾട്ടേജ് ഈസ്, എന്താണ്? ഇറ്റ് ഈസ് മോർ ദാൻ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ്. 51ാമത്തെ ക്വസ്റ്റ്യൻ വൈ ദ ഡബിൾ കേജ് റോട്ടർ ഓഫ് എ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഇപ്പോൾ നമ്മുടെ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ നമ്മുടെ എന്തുകൊണ്ടാണ് ഡബിൾ കേജ് റോട്ടർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ്? ടു മെയിൻറ്റെയിൻ നല്ലൊരു ഗുഡ് ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. വൈ ദ റോട്ടർ ബാർസ് ഓഫ് എ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ആർ മൗണ്ടഡ് ഇൻ എ സ്ലൈറ്റ്ലി സ്ക്യൂഡ് പൊസിഷൻ. അപ്പോൾ ആ ഒരു സ്ക്യൂഡ് പൊസിഷനിൽ വയ്ക്കാനുള്ള കാരണം എന്താണ്? ടു അവോയ്ഡ് മാഗ്നറ്റിക് ലോക്കിംഗ്. 53ാമത്തെ ക്വസ്റ്റ്യൻ വൈ സ്റ്റാർട്ടർ ഈസ് നെസസറി ഫോർ ദ ഓപ്പറേഷൻ ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടേഴ്സ്, എന്തിനാണ് 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഓവർലോഡ്. ഓക്കെ. ബി ആണ് ആൻസർ വരുന്നത് 53. ഓക്കെ. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റേറ്റിംഗ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ് ടു ബി പ്രൊവൈഡഡ് ഫോർ എ 10 HP AC 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ? അപ്പം നമ്മുടെ ബാക്കപ്പ് ഫ്യൂസിൻ്റെ റേറ്റിംഗ് എത്രയാണ്? ഇറ്റ് ഈസ് 25 ആംപിയർ ആണ് ഫോർ 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. 10 HP AC 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ 25 ആംപിയർ ആണ്. ഓക്കെ. 55ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ടോർക്ക് റെഡ്യൂസ്ഡ് വൈൽ ദ മോട്ടർ ഈസ് റണ്ണിങ് ഇൻ സ്റ്റാർ കണക്ഷൻ കമ്പയർഡ് ടു ഡെൽറ്റ കണക്ഷൻ? എത്ര ടോർക്ക് റെഡ്യൂസ് ചെയ്യണം? ഇറ്റ് ഈസ് 1/3 times ആണ്. ബി ആണ് ആൻസർ വരുന്നത് 1/3 times. ഓക്കെ. 56ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ദി സ്റ്റാർട്ടേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ 3-phase സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ഫ്രം 20 to 150 HP? ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. 57ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടർ ഈസ് ഹാവിങ് എ കമ്മ്യൂട്ടേറ്റർ? ഏതിലാണ് കമ്മ്യൂട്ടേറ്റർ ഉള്ളത്? ഇറ്റ് ഈസ് റിപ്പൾഷൻ മോട്ടർ. ഓക്കെ. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് പ്ലേസസ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ ആർ യൂസ്ഡ്? എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ കംപ്രസേഴ്സ്. 59ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ സീലിംഗ് ഫാനിൽ യൂസ് ചെയ്യുന്ന പെർമനൻറ്റ് കപ്പാസിറ്റർ മോട്ടർ. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഡെവലപ്പ് മോർ ഹോഴ്സ് പവർ പെർ കിലോഗ്രാം വെയിറ്റ്? ഏതാണ്? ഇറ്റ് ഈസ് യൂണിവേഴ്സൽ മോട്ടർ. 61ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് പവർ ജനറേഷൻ ഹാസ് ലോ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്? ഏതാണ്? 61 നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക്. 62ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് പവർ ജനറേഷൻ ഈസ് മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള? ഇറ്റ് ഈസ് ന്യൂക്ലിയർ. 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഫോർ കൺവെൻഷണൽ ടൈപ്പ് പവർ ജനറേഷൻ? ഏതാണ്? ഇറ്റ് ഈസ് ഹൈഡ്രോ. എക്കണോമൈസർ യൂസ്ഡ് ടു ഹീറ്റ്? എന്താണ് എക്കണോമൈസറിൻ്റെ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ഫീഡ് വാട്ടർ. 65ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് ഗ്രാഫൈറ്റ്. 66ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് ഇൻ സൈറ്റ് സെലക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്? ഏതാണ്? ഇറ്റ് ഈസ് ലോഡ് സെൻറ്റർ. 67ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടർബൈൻ ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഹെഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഏത് ടർബൈനാണ്? 67
ഇറ്റ് ഈസ് ഇമ്പൾസ് ടർബൈൻ. 68ാമത്തെ ക്വസ്റ്റ്യൻ, എ ലോ ഹെഡ് ഹൈഡ്രോഇലക്ട്രിക് പ്ലാന്റ് ഹാസ് ആൻ ഓപ്പറേറ്റിംഗ് ഹെഡ് ഓഫ്, എത്രയുണ്ട് ഓപ്പറേറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിലോ 30 മീറ്റർ ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഈസ് നോട്ട് കോസ് ഫോർ പവർ ലോസ് ഇൻ സോളാർ പാനൽസ്? ഏതാണ്? ഇറ്റ് ഈസ് ലോഡിംഗ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ ഈസ്? ഏതാണ് വിൻഡ് പവർ ജനറേഷൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ്? വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ് ആൻഡ് സ്റ്റഡി. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സിസ്റ്റം ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ? പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഏത് സിസ്റ്റമാണ്? ഇറ്റ് ഈസ് 3 phase 3 wire സിസ്റ്റം. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ഈസ്? എത്രയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 kV. ഡിസഡ്വാൻറ്റേജ് ഓഫ് DC ട്രാൻസ്മിഷൻ സിസ്റ്റം ഈസ് ജനറേഷൻ ഓഫ് സി ആണ് ആൻസർ. ജനറേഷൻ ഓഫ് ഹൈ DC വോൾട്ടേജ് ഇസ് ഡിഫിക്കൾട്ട്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ടെർമിനേറ്റിംഗ് ഓൺ കോർണർ പോൾസ് വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ്? ഏത് ഇൻസുലേറ്റേഴ്സ് ആണ്? ഇറ്റ് ഈസ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, മിനിമം ഹൈറ്റ് റിക്വയർഡ് യൂസേജ് ഓഫ് സ്ട്രെയിൻ ഇൻസുലേറ്റർ? എത്രയാണ്? 3 meter. 76ാമത്തെ ക്വസ്റ്റ്യൻ, മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് റിക്വയർഡ് ബിറ്റ്വീൻ 2 ലൈവ് കണ്ടക്ടേഴ്സ് ഇൻ LT ലൈൻസ് ഓൺ ദി സെയിം സപ്പോർട്ട് ഈസ്? മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 20 centimeter. ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ് യൂസ്ഡ് ഇൻ ACSR കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ്? എന്തിനാണ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ് അവിടെ യൂസ് ചെയ്യാൻ കാരണം? എന്ത് കൂട്ടാനാണ്? ടു ഇൻക്രീസ് ഇറ്റ്സ് ടെൻസൈൽ സ്ട്രെങ്ത്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ IE റൂൾസ് മീഡിയം ലൈൻ വോൾട്ടേജ് ഈസ്? എന്താണ് മീഡിയം ലൈൻ വോൾട്ടേജ്? ഇസ് ബിലോ 650 volt. വിച്ച് ഫാക്ടറീസ് നോട്ട് അഫക്റ്റ് ദി കൊറോണയെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടറി ഏതാണ്? ഇറ്റ് ഈസ് ലൈൻ കറണ്ട്. പെർമിസിബിൾ സ്പാൻ ലെങ്ത് ഓഫ് വുഡൻ പോൾസ് ഈസ്? എത്രയാണ്? ഇറ്റ് ഈസ് 40 to 50 meter. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഈസ് ആംബിയർ അവർ മീറ്റർ. EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ എന്താണ്? ഇതിലൊന്നും അല്ല, നമ്മൾ കറക്റ്റ് ഇക്വേഷൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. EMF ഇക്വേഷൻ ഇത് ഓപ്ഷൻ തെറ്റാണ്. നൺ ഓഫ് ദീസ് ആണ് ആൻസർ. 82. ഓക്കെ. 83 വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോമർ ഈസ്? എത്രയാണ്? E2/V1 = N2/N1. 84ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി ആംബിയർ ടേൺസ് I1N1 ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു? പ്രൈമറി ആംബിയർ ടേൺസ് I1N1 ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു I2N2. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ഓൺലി DC വാല്യൂസ് മാത്രം മെഷർ ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? PMMC ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ, ടാൻജൻറ്റ് ഗാൽവോമീറ്റർ ഈസ് ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഡാഷ് കോസസ് ദ മൂവിങ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു മൂവ് ഫ്രം ഇറ്റ്സ് 0 പൊസിഷൻ വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സപ്ലൈ? ഏത് കാരണമാണ് ഉണ്ടാകുന്നത്? വിച്ച് കോസസ് ദ മൂവിങ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു മൂവ് ഫ്രം 0 പൊസിഷൻ? ഓക്കെ. അതിൻ്റെ ആൻസർ 87ാമത്തെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാരണമാണ്. ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, ഔട്ട്പുട്ട് കിലോവാട്ട് ഇൻ 24 hours ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് കിലോവാട്ട് ഇൻ 24 hours പ്ലസ് ലോസ് ഇൻ 24 hours. 89ാമത്തെ ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് യൂഷ്വലി 70 to 80%. അടുത്ത 90 ക്വസ്റ്റ്യൻ, ഇൻ എ ഡാഷ് ഇൻസ്ട്രുമെൻറ്റ് ദ പോയിൻ്റർ വിൽ ഓസിലേറ്റ് ബിഫോർ കമ്മിങ് ടു ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ? ഏത് ഇൻസ്ട്രുമെൻറ്റ്സിലാണ്? ഇറ്റ് ഈസ് അണ്ടർ ഡാംഡ് ഇൻസ്ട്രുമെൻറ്റിലാണ്. ഓക്കെ. അടുത്ത 91 ക്വസ്റ്റ്യൻ, ടു ഒബ്റ്റെയിൻ മോർ ഹോൾസ് എ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ഇസ് ഡോപ്ഡ് വിത്ത്? മോർ ഹോൾസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിന് ആരുമായാണ് ഡോപ്പ് ചെയ്യുന്നത്? ബൈ ബോറോൺ. ഡാഷ് ഗ്യാസ് ഇസ് ഫിൽഡ് ഇൻ ഇൻകാൻഡസെൻറ്റ് ലാമ്പ്? ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ ഏത് ഗ്യാസ് ആണ്? ആർഗൺ ഗ്യാസ്. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് ഇതാണ്? ഇറ്റ് ഈസ് ലൂമൻ. അടുത്ത 94, ഇലുമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു? എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം സോഴ്സ്. ഓക്കെ. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ, ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ ഡയോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി? എത്രയാണ്? 0.7 volt. അറ്റോമിക് നമ്പർ ഓഫ് ജെർമേനിയം എന്ന് പറയുന്നത് എന്താണ്? 96C. എന്താണ് ആൻസർ വരുന്നത്? ഇറ്റ് ഈസ് 32. ലൂമിനസ് എഫിഷ്യൻസി ഈസ് മെഷേർഡ് ഇൻ? ലൂമിനസ് എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന ലൂമൻ പെർ വാട്ട്. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ ആക്റ്റീവ് കോമ്പണൻറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ആക്റ്റീവ് കോമ്പണൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഡയോഡ്സ്. 99ാമത്തെ ക്വസ്റ്റ്യൻ, ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ്? ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ എങ്ങനെ നമ്മൾ ഡോപ്പ് ചെയ്യണം? ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ്. 100ാമത്തെ ക്വസ്റ്റ്യൻ, ദ വിസിബിൾ ലൈറ്റ് ഈസ് ദ റേഡിയേഷൻ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദി സ്പെക്ട്രം ബിറ്റ്വീൻ അപ്രോക്സിമേറ്റ്ലി 380 nanometer to 780 nanometer.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എല്ലാം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആൻസേഴ്സ് എന്തെങ്കിലും തെറ്റ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.